അപ്പൊ എന്റെ വീട്ടിൽ ആരും മദ്യപിക്കില്ല, എന്റെ വീട്ടിൽ തങ്കപ്പെട്ട ആളുകളാണ്, എന്റെ ഏരിയയിലൊന്നും മദ്യമില്ല, അപ്പുറത്തെ കഞ്ചാവുള്ളൂ, അപ്പുറത്തെ MDMA ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു നിങ്ങള് ഈ നാട്ടിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു കഞ്ചാവ് വലിക്കുന്നവനുണ്ട് എങ്കിൽ, ഒരു സിഗരറ്റ് വലിക്കുന്നവനുണ്ട് എങ്കിൽ, ഓൻ 1 കൊല്ലം കൊണ്ട് 7 ആളെ അവന്റെ മായിക ലോകത്തേക്ക് കൊണ്ടുവരും. ഒരു തർക്കവും കയ്യിൽ വേണ്ട. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഒരു ഏട്ടനുണ്ട് എങ്കിൽ, ഒരു അനിയനുണ്ട് എങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. രക്ഷാകർത്താക്കൾ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളവരല്ല എങ്കിൽ, സംഘടനകൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഉറപ്പാണ് നശിച്ചു പോകും. സിഗരറ്റ് മദ്യമൊക്കെ വിടുങ്ങള്. ഏറ്റവും പുതിയൊരു സാധനമുണ്ട്, MDMA എന്ന് പറഞ്ഞ സാധനം. ഞാൻ അതിന്റെ രഹസ്യങ്ങളിലേക്കൊന്നും ഒരു പേര് ഞാൻ പറയുന്നില്ല, എന്നിട്ട് വേണം നിങ്ങൾ അത് വാങ്ങിയിട്ട് വലിക്കാൻ. ഈ MDMA എന്ന് പറയുന്ന ഒരു സാധനമാണ്, വളരെ സിമ്പിൾ ആണ്, ഒരു പൊടി പോലത്തെ ഒരു സാധനമാണ്. അത് നിങ്ങളെ വായിലോ ചുണ്ടിലോ എവിടെയെങ്കിലും ആക്കിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ 48 മണിക്കൂർ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാൻ പോലും. എന്ത് രസമാണെന്നറിയോ, നിങ്ങൾ ഉപയോഗിക്കണം കേട്ടാ, ഒന്ന് പറക്കാൻ ശ്രമിക്കണം. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിന് നിങ്ങൾ അടിമകളായി മാറും. പിന്നെ നിങ്ങളെ നോക്കണ്ട. നിങ്ങളെ ജീവിതത്തിന്റെ ആയുസ് 7.5 കൊല്ലമാണ്. അത് വന്നിട്ട് 2 കൊല്ലമായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നാട്ടിനും നാട്ടുകാർക്കും പോലീസുകാർക്കും എല്ലാവരും ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ, ഈ ലഹരിയുടെ പോക്ക് തുടരുകയാണെങ്കിൽ 7 കൊല്ലം കൊണ്ട് കേരളത്തിലെ യുവതലമുറ മുഴുവൻ നശിച്ചു പോകും.